അപ്പോൾ അവിടെ നമ്മളെ മന്ത്രിമാരൊക്കെ വന്നല്ലോ, വനം വകുപ്പ് മന്ത്രിയും അല്ലേ, നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും റവന്യൂ മന്ത്രി എല്ലാവരും അല്ലേ വന്നത്. അപ്പോൾ ഇവരെല്ലാം വന്നിട്ട് എന്തുവാ നിങ്ങളെ അവിടെ പറഞ്ഞത്? നിങ്ങൾ എന്തോ ആവശ്യപ്പെട്ടത്? ഞങ്ങൾ പറഞ്ഞ ആനനെ പിടിക്കുന്ന കാര്യം. പക്ഷെ ഞാൻ ആ സമയത്ത് ദേഷ്യപ്പെടാനുള്ള കാരണം ഞങ്ങളുടെ കുറച്ച് ദേഷ്യപ്പെട്ടു അവരോട് അല്ലേ? ചേട്ടൻ മരിച്ചപ്പോ ആ ചേട്ടൻ തോക്കൊണ്ട് ചേട്ടൻ വെടിവെക്കാറുണ്ട്. ആ ഒരു ഫോറസ്റ്റ് ഓഫീസിൽ ആത്മരക്ഷയ്ക്ക് ഒരു തോക്ക് മുളവടി പോരാ, ഈ പടക്കം പോരാ, ഒരു തോക്കെങ്കിലും കൊടുക്കണം. ഇതുവരെ അതിനൊരു പരിഹാരം വന്നിട്ടില്ല. 10 ദിവസമായി ഇതുവരെ വെടിവെക്കാൻ പറ്റിയിട്ടില്ല ഈ മനുഷ്യർ ഗവൺമെന്റിന്. മനുഷ്യർക്ക് ആരൊക്കെ വില മനുഷ്യന്റെ പുല്ല് വില ഗവൺമെന്റ് കൊടുത്തേക്കുന്ന ഇവിടെ നമ്മുടെ എഗ്രിമെന്റിന്റെ ഫണ്ടിന്റെ തളരുത് കേട്ടോ. അല്ല, വനമന്ത്രി സഭയെ പറഞ്ഞായിരുന്നു വനം സംരക്ഷിക്കുക, വന്യമൃഗത്തെ സംരക്ഷിക്കാനാണ് എന്ന്. അതുകൊണ്ടായിരിക്കും മനുഷ്യർക്ക് വിലയില്ലാത്തത്. കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ വണ്ടി, ഡാഡീന്റെ വണ്ടിയൊക്കെ വിറ്റു. ഉടനെ വിറ്റോ? ആ. അതെന്താ ഉടനെ വിൽക്കാൻ കാര്യം? ട്രാക്ടർ വിറ്റോ? ട്രാക്ടർ വിറ്റു. ട്രാക്ടറും പിന്നെ ഏതാ വണ്ടി വിറ്റേ? ബുള്ളറ്റും. 2 ബുള്ളറ്റ്. അച്ഛൻ ഓടിച്ച ബുള്ളറ്റും വിറ്റു, അച്ഛൻ ഓടിച്ച ട്രാക്ടറും വിറ്റു അല്ലേ? അതുകൊണ്ട് അതിന്റെ വിഷമത്തിൽ പറഞ്ഞതാ. അന്ന് ഈ മന്ത്രിമാർ വന്നതിന്റെ ആ ദിവസമാണോ അത് വിറ്റത്? അത് വിഷമമുണ്ടായിരുന്നു അല്ലേ? അപ്പൊ മോൾ എന്താ പറഞ്ഞു? മന്ത്രിമാരെന്തെങ്കിലും ചോദിച്ചോ മോളോട്? എന്നോട് പറയാനുള്ളൊക്കെ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ആനനെ പിടിക്കണം, പിന്നെ എന്തുകൊണ്ട് ആനനെ പിടിക്കും. 12 ദിവസമായിരുന്നു വന്നത്. 12 ദിവസമായി ആനനെ പിടിക്കാത്ത, അത് എന്തുകൊണ്ടെന്ന് ഞാൻ ചോദിച്ചു. അവരെന്തെങ്കിലും പറഞ്ഞോ? അത് ഉടനെ തന്നെ പിടിക്കുമെന്നാ പറഞ്ഞത്. മന്ത്രിമാര് കുറച്ച് താമസിച്ചു പോയി വരാൻ അല്ലേ അവിടത്തേക്ക്? പ്രത്യേകിച്ച് വനംവകുപ്പ് മന്ത്രി എത്തിയില്ല എന്ന് പറഞ്ഞ് മാനന്തവാടിക്കാരെല്ലാം വയനാട്ടുകാര് പൊതുവെ പരാതി പറഞ്ഞു. അത് ചിലപ്പോ സാറിനുള്ള എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടായി. ഇപ്പം മോൾക്കിപ്പം യഥാർത്ഥത്തില് സർക്കാരിൽ നിന്നൊക്കെ ഇത് സഹായമൊക്കെ കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ഈ അമ്മ എന്താ പറഞ്ഞേക്കുന്നത് ഇപ്പം? കാരണം ഡാഡി ഇല്ലാതായി, അമ്മ എന്താ പറഞ്ഞത്? അമ്മ പറഞ്ഞു ഞാൻ പറയുന്നതെല്ലാം അനുസരിക്കണം, ഡാഡി നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. മോൾ ഈ അടുത്തിടെയായിട്ട് ഈ മോൾക്ക് കാര്യമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, ഉറക്കത്തിൽ എന്തെങ്കിലും ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ആനയാണെന്ന് മോള് പറഞ്ഞ് ഞെട്ടി ഉണരുമെന്ന് കേട്ടു. അങ്ങനെ ഉണ്ടാവുന്നുണ്ടോ? ഉറപ്പായിട്ടും ഭയങ്കര പേടിയാ. രാത്രി നിങ്ങളെങ്ങനെ അവിടെയൊക്കെ ഉള്ള ആൾക്കാർ മാനന്തവാടിയിലും വയനാട്ടിലൊക്കെ ഉള്ള ആളുകൾ നേരത്തെ ഉറങ്ങുമോ അതോ താമസിച്ച് ഉറങ്ങുന്നവരാണോ? അങ്ങനെയൊന്നുമില്ല. അല്ല, ഉറക്കം വരുമ്പോ. എത്ര മണിക്കൊക്കെയാ ഉറങ്ങാൻ സാധാരണ? ചിലപ്പോ 12 മണിയൊക്കെ. 12 മണി വരെയൊക്കെ ഉണർന്നിരിക്കുവോ? അത് ശരി. ഉറക്കം വരൂല. ഉറക്കം വരൂല. എന്തുകൊണ്ട്? ഈ മൃഗങ്ങളെ പിടിച്ചിട്ടാണോ അതോ? ഞങ്ങളുടെ അന്ന് ഡാഡി മരിച്ചതിന്റെ അന്ന് തന്നെ ഞങ്ങളുടെ കുന്നേലായിരുന്നു ആന നിന്നത്. മാത്രല്ല ആ ദിവസം മൊത്തം ആ കുന്നേൽ ആന ഉണ്ടായിരുന്നു അല്ലേ? ആന അവിടെ തന്നെ നിൽക്കായിരുന്നു. ആന കുന്ന് റൗണ്ട് അടിക്കുമായിരുന്നു. കൂട്ടുകാരികളൊക്കെ വന്നോ? വന്നു, എല്ലാരും വന്നു. കൂട്ടുകാരികൾ എന്തോ പറഞ്ഞു? കൂട്ടുകാരികൾ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് വരുമോ വീട്ടില്? പിന്നെ സ്കൂളിലോട്ട് പോയില്ലല്ലോ. അവരെന്താ പറഞ്ഞു കൂട്ടുകാരികള്? നീ സ്കൂളിൽ വന്നെന്നൊക്കെ പറഞ്ഞു. എല്ലാ സപ്പോർട്ടും ഞങ്ങളുണ്ടെന്നും പറഞ്ഞു. അപ്പം മോള് സ്കൂളിൽ അടുത്ത തിങ്കളാഴ്ച മുതൽ പോകും അല്ലേ? പരീക്ഷ ഉണങ്ങാനായി. നമുക്ക് ഇടയ്ക്ക് ഈ ആനപ്പേടിയൊക്കെ കാരണം പഠിക്കാൻ പറ്റിയോ? ഞാൻ ക്ലാസ്സിൽ പോയിട്ടില്ല 2 ആഴ്ച. ഞങ്ങൾക്ക് എന്താ ക്ലാസ് എടുത്തെന്നില്ല അറിയില്ല. മോള് വല്ല ടീച്ചേഴ്സിന്റെ ഒക്കെ സഹായം തേടാൻ എന്താ? ടീച്ചേഴ്സ് പറഞ്ഞു എനിക്ക് ക്ലാസ് എടുത്തു തരാന്ന് പറഞ്ഞു. ഇതേത് പരീക്ഷ? മോഡൽ പരീക്ഷയാണോ? അല്ല, ഞങ്ങൾക്ക് ക്ലാസ് ആനുവൽ എക്സാമാ. 10th കൂടി പരീക്ഷ തന്നെയാ. 10th കൂടി ഞങ്ങൾക്ക് എക്സാം വന്നേക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് മാർച്ച് 1 തന്നെ തുടങ്ങും. അപ്പം മോളെ അമ്മയ്ക്ക് സർക്കാർ ജോലി കിട്ടുമായിരിക്കും? കിട്ടുന്ന പറഞ്ഞു. പിന്നെ ഒരു 50 ലക്ഷം രൂപയും അല്ലേ സർക്കാരിന്റെ ഉണ്ട്. പിന്നെ കർണാടക സർക്കാരിന്റെ ഒരു 15 ലക്ഷം രൂപയാണ് അല്ലേ? ഇനി കേരള സർക്കാരിന്റെ 10 ലക്ഷം രൂപ അവർ തന്നു അല്ലേ? തന്നു. അതുപോലെ മാനന്തവാടി രൂപതയും 10 ലക്ഷം രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനൊക്കെ ഉള്ള പൈസയായി. അതുപോലെ എനിക്കൊന്ന് ബോബി ചെമ്മണ്ണൂർ 5 ലക്ഷം രൂപ. ഇതൊക്കെ കിട്ടിയോ അതോ? കിട്ടിയല്ലേ? അപ്പൊ ഇതൊക്കെ എനിക്കൊന്ന് ഇതൊക്കെ ഉപയോഗിച്ച്
നിങ്ങൾക്ക് പഠിക്കാനൊക്കെ ഉള്ള പൈസയുണ്ട് അല്ലേ? ഇത് തന്നിട്ടില്ല, സർക്കാരിന്റെ ബാക്കി പൈസ തന്നിട്ടില്ല. അത് അവർ തരുമായിരിക്കും അല്ലേ? ഒരു പ്രഖ്യാപിച്ചാണല്ലോ 50 ലക്ഷം, 10 ലക്ഷം അവർ തന്നിട്ടുണ്ട് 10 തന്നു അല്ലേ? കർണാടകയുണ്ട്, കർണാടകന്റെ ഉണ്ട്. മോള് നല്ല കരുത്തിയാണല്ലോ മോള്. എനിക്ക് ചില സമയത്ത് ആ പേടി വന്നത്, ചില സമയത്ത് പേടിയില്ല. ഉറങ്ങുമ്പോ ആണോ പ്രശ്നം അതോ? അല്ല, ഇപ്പൊ പെട്ടെന്ന് പുറത്ത് നിന്ന് ഒച്ച കേൾക്കുമ്പോഴൊക്കെ, കിടക്കാൻ നേരത്തെ ഒച്ച കേൾക്കുമ്പോഴൊക്കെ ഞങ്ങക്ക് പേടി വരുന്നത്. ഇപ്പൊ നാട്ടുകാരൊക്കെ കാവലിരിക്കുന്നുണ്ടോ മോളെ അവിടെ? അവര് വൈകുന്നേരം വരും, വന്നിട്ട് രാത്രിക്ക് പോകും. വനം വകുപ്പിന്റെ ആൾക്കാർ അവിടെ ഉണ്ടോ? ഉണ്ടെന്നായിരിക്കും, റോട്ടിലുണ്ട്, കുറുവേന്റെ ഭാഗത്തുണ്ടാവോ. മോള് പിന്നീട് ഈ CCTV വഴി എങ്ങനെ ഈ വേലൂർ മഗ്ന ഞാനെ കണ്ടിരുന്നോ? 1-2 വട്ടം. എവിടുന്ന് കണ്ടു മോള്? CCTV ടിവിയിൽ കണ്ടതാണ്? ഫോണില് മോള് കണ്ടു അല്ലേ? ആന വരുന്നതൊക്കെ മോള് കണ്ടു. അപ്പൊ ഈ ആന ഭീകരമായ ഒരു ആനയാ, അതിൽ ആന കുഴപ്പം പിടിച്ചൊരു ആനയായിട്ട് കർണാടക സർക്കാർ വനം വകുപ്പ് പറയുന്നു. മോളുടെ ബന്ധുക്കളിലെ കൂടെ ഏറ്റവും കൂടുതൽ സഹകരിക്കുന്ന ഈ ചാച്ചനാണോ? എല്ലാരും ഉണ്ട്, എന്റെ ആന്റിമാരൊക്കെ വന്നു. അവര് കഴിഞ്ഞ ദിവസം പോയത് വീട്ടിൽ നിന്ന്. ആണോ? ചേട്ടായിമാരെല്ലാരും ഉണ്ടായിരുന്നു, പിന്നെ ചാച്ചന്മാരുണ്ട്, അങ്കിളുമാരും എല്ലാരും അവിടെ ഉണ്ടായിരുന്നു. അവിടെ പിന്നീട് ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു കടുവ ആക്രമണം ഉണ്ടായില്ലേ? പശു കണ്ട് ചത്തില്ലേ? അവിടെയല്ല, പുൽപ്പള്ളിയിലായിരുന്നു. അതിനുശേഷം നാട്ടുകാർ വലിയ പ്രതിഷേധമായിരുന്നു. ഈ പശുവിനെ എടുത്തിട്ട് ആൾക്കാർ വനം വകുപ്പിന്റെ ജീപ്പിന് വെളി വെക്കുകയും ഭയങ്കര സംഘർഷമൊക്കെ ഉണ്ടായി അല്ലേ? അവിടെ എല്ലാരും പറഞ്ഞ നമ്മുടെ മാനന്തവാടി നല്ലോണം അത് ആവശ്യമായുള്ള കാര്യം നേരിട്ട് പറയുകയും ചെയ്തുള്ളൂ, ഒരു വലുതായിട്ട് ആക്രമിക്കാൻ നിന്നില്ല. പക്ഷെ പുൽപ്പള്ളിക്കാർ അങ്ങനെയല്ല എന്നാ പറഞ്ഞത്. പുൽപ്പള്ളിക്കാർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. അവരോടെ വനംവകുപ്പിന്റെ ജീപ്പൊക്കെ പിടിച്ചിട്ട് കുലുക്കി ഒരു പരിവാക്കി കളഞ്ഞു. മാത്രമല്ല അവിടെ വലിയ ജനമായിരുന്നു, സംഘർഷ അന്തരീക്ഷമായിരുന്നു. ഞാൻ കണ്ടായിരുന്നു.